ഹായ് ഡിയേഴ്സ്, ഇന്ന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ടു തന്നിട്ടുള്ളതായിരുന്നേ. ഇതിൽ ഈ ഒരു ഗോൾഡൻ കളർ ആ ഒരു ത്രെഡ് വർക്ക് ഉണ്ടല്ലോ, അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത് ഈ ഒരു മെറ്റീരിയൽ. ആദ്യം ഞാൻ ലൈനിങ്ങിൽ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഈ ഇടയ്ക്കൂടെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം കിളികളുടെ കളകളാരവം, അല്ലെങ്കിൽ വേണ്ട അത്രയ്ക്ക് മോഡിഫിക്കേഷൻ വേണ്ട, കിളികൾ ചലച്ചതാണ്. കിടക്കട്ടെ, അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇപ്പോൾ വോയിസ് റെക്കോർഡിങ്ങിന് ഇരുന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ പ്രകൃതിയായിട്ട് എനിക്ക് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ അത് വിട്, ഇനി നമുക്ക് ഇതിലോട്ട് പോവാം. ഇതിപ്പോൾ ഒരു ഫ്രോക്ക് മോഡൽ ഗൗൺ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഔട്ട്ഫിറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഒരു കമൻറ്റ് പോലും കിട്ടാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ തുണിയുടെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അപ്പുറത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈനിങ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ബാക്കിൽ നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ആട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാണ്. ഈ ഒരു സ്കേർട്ടും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും അതിൻ്റെ കൂടെ ഒരു ഷോളുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദാവണി സെറ്റ് പോലെ. അപ്പോൾ ഷോളിൽ നമ്മളൊരു സ്കാലോപ്പ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ പഫ് മുകളിൽ, അതായത് ഷോൾഡറിൻ്റെ മുകളിൽ ചെറിയ പഫ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ത്രെഡ് വെച്ചിട്ട് സ്കാലോപ്പ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് ഷോളിനകത്ത്. ഇന്നത്തെ കഥാപ്രസംഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലൈക്കും ഒരു കമൻറ്റും ചെയ്തിട്ട് നെക്സ്റ്റ് റീൽ സ്ക്രോൾ ചെയ്താൽ ബൈ.